അടിയുടെ ഇടിയുടെ പൊടിയുടെ പൂരം ബിഗ് ബോസ് റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. ആര്യൻ ഉറങ്ങിയപ്പോൾ ബിഗ് ബോസിന്റെ വായിൽ പഴം തിരിയിരിക്കുകയാണ്. കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഒന്നുമല്ല, ഞാൻ ഇടുന്ന പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഇന്നലെ ആര്യൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഉറങ്ങുന്ന സമയത്ത് പട്ടായക്കേഴ്സായ അനുമോളും ആദിലയും നൂറയും കൂടെ പറയുന്നുണ്ട്, ആര്യൻ അവിടെ ഉറങ്ങിയാലും ബിഗ് ബോസ് അത് കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ട്. ആദില അവിടെ പറയുന്നുണ്ട്, ബിഗ് ബോസ് ആര്യൻ ഉറങ്ങുകയാണ്, ഇത് കണ്ടോ ഉറങ്ങുന്നത്. അപ്പം നല്ലപോലെ ക്യാമറ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട് ആര്യൻ ഉറങ്ങുന്നത്. ബിഗ് ബോസ് ഒരു അക്ഷരം മിണ്ടുന്നില്ല. വേറെ ഇപ്പൊ അനുമോളോ ആദിലയോ നൂറയോ ഷാനവാസോ അനീഷാണെങ്കിൽ ബിഗ് ബോസ് വാൺ ചെയ്താൽ, മാത്രമല്ല ലാലട്ടം വരുമ്പോൾ ഇവരുടെ നേരെ തട്ടിക്കയറുകയും ചെയ്തത്. ഈ അക്ബറോ നെവിനോ പിന്നെ ആര്യനോ എന്ത് കുറ്റം ചെയ്താലും ബിഗ് ബോസിന്റെ വായിൽ പഴമാണ്. ലാലട്ടനും ചോദിക്കത്തില്ല. ഇപ്പൊ ഈ അടുത്ത എപ്പിസോഡിൽ ലാലട്ടം വന്ന എന്തുകൊണ്ട് ആര്യൻ ഉറങ്ങി എന്നൊന്നും ചോദിക്കുകയില്ല. ഇത് പട്ടായക്കേഴ്സായ അനുമോളും ആദിലയും നൂറയും പറയുന്നുണ്ട്, ഇത് നേരത്തെ ആര്യൻ ഇങ്ങനെ ഉറങ്ങുന്നുണ്ട്, ആര്യൻ ഉറങ്ങിയാൽ ബിഗ് ബോസ് ഒന്നും മിണ്ടത്തില്ല എന്ന് പറയുന്നുണ്ട്. സത്യമായ കാര്യമാണ്, നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്. അവിടെ നിൽക്കുന്ന മത്സരാർത്ഥികൾക്ക് അത് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തു നിന്ന് വീഡിയോ കാണുന്ന ആളുകൾക്ക് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഈ ആര്യനോടും ഈ അക്ബറോടും ഈ നെവിനോടും ബിഗ് ബോസിന് എന്താ ഇത്ര ഇതെല്ലാം ബിഗ് ബോസിന്റെ കുഞ്ഞമ്മയുടെ മക്കളാണോ? എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഇപ്പം ചെറിയൊരു നിസ്സാര കാര്യത്തിന് മൈക്ക് മാറ്റി വെച്ചെന്ന് പറഞ്ഞ് ലാലട്ടൻ അനുമോളെയും ആദിലയും നൂറയും ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. ഈ തവണ ലാലട്ടൻ ഒരു അക്ഷരം മിണ്ടത്തില്ല. എന്തുകൊണ്ട് ആര്യൻ ഉറങ്ങി എന്ന് ചോദിക്കുമ്പോൾ ആര്യം പറഞ്ഞു, ലാലട്ടൻ ഞാൻ ഉറങ്ങിയില്ല, കണ്ണടച്ചെടുക്കാണോ? ശരി. അപ്പൊ മറ്റുള്ള മത്സരാർത്ഥികൾ പോലും ചോദിക്കണം, പറയും അത് ഗെയിമാണ്, മറ്റുള്ളവർ കളിക്കുന്ന തേങ്ങാക്കൊലയാണോ? നമ്മള് ബിഗ് ബോസ് ഇപ്പൊ റിയാലിറ്റി ഷോ ആണ്, ആളുകൾ കാണുന്ന ഷോ ആണ്. അവിടെയുള്ള ആളുകളോട് ഫേവറിസം കാണിക്കുന്ന ബിഗ് ബോസ് അത് അവരുടെ ഗെയിം ആയിരിക്കും. എന്നിരുന്നാലും മറ്റുള്ളവർ കാണിക്കുന്നതെല്ലാം ഭയങ്കര കുറ്റങ്ങളാക്കി എടുക്കുകയും അവർക്ക് ഫേവറിസമായ മത്സരാർത്ഥികൾ ചെയ്യുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്യുന്നത് വളരെ മോശമായ കാര്യമാണ്. ഇന്നലെ അത് ആദില പറയുന്നുണ്ട്, ബിഗ് ബോസ് ഇത് കാണുന്നില്ലേ, ആരും നല്ലപോലെ കാണുന്ന ഓർമ്മ നമുക്ക് കാണാം, ക്യാമറ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. എന്നിട്ടും ബിഗ് ബോസ് ഒരു അക്ഷരം മിണ്ടുന്നില്ല. എൻ്റെ വായി പഴം തിരികെ വെച്ചിരിക്കുകയാണല്ലോ, അതുകൊണ്ട് മിണ്ടത്തില്ലല്ലോ. അതേസമയം കഴിഞ്ഞ ദിവസം നെവിൻ ഇങ്ങനെ പറഞ്ഞപ്പം ബിഗ് ബോസ് പറഞ്ഞു, നെവിൻ തന്നെ കുട്ടിക്കളിയാണോ എന്നൊക്കെ ചോദിച്ചു. അതെന്നാന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അനുമോൾ പറഞ്ഞായിരുന്നു, ചില നെവിൻ എന്ത് ചെയ്താലും ബിഗ് ബോസ് ഒന്നും മിണ്ടുന്നില്ല, അതുകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് കൊടുത്തു, അല്ലാതെ അത് അവിടെയുള്ള മത്സരാർത്ഥികളെയും നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയാണ് ബിഗ് ബോസ് അങ്ങനെ ചെയ്തത്. ഈ തവണ ഇവരെല്ലാം പറയുന്നുണ്ട്. അതേസമയം ഈ ആദിലെ നൂറ് അനുമോളോ അനീഷോ ഷാനവാസ് ആണെങ്കിൽ ഉണ്ടല്ലോ, ബിഗ് ബോസ് അവിടെ അനൗൺസ്മെന്റ് ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. മറ്റുള്ള ആളുകളുടെ കാര്യത്തിൽ ബിഗ് ബോസിന് ഭയങ്കര ഇതാണ്. അവർക്ക് ഇഷ്ടമുള്ള ഫേവറിസമുള്ള മത്സരാർത്ഥികളോട് അവർ ഭയങ്കര ഇതും കണ്ടില്ല കേട്ടില്ല നടിക്കും. ഇത് ലാലട്ടൻ വരുമ്പോൾ ഒരിക്കലും ചോദിക്കുകയില്ല. ലാലട്ടൻ ചോദിക്കുമ്പോൾ ഈ ചെറുക്കൻ കുറെ കള്ളത്തരം പറയും. ലാലട്ടൻ അങ്ങനെയല്ല, ഞാൻ കണ്ണടച്ചതേ ഉള്ളൂ, ആ ശരി ഓക്കെ. അവിടെ ഏറ്റവും കൂടുതൽ കള്ളത്തരം കാണിക്കുന്ന മത്സരാർത്ഥികൾ ആര്യനാണ്, പിന്നെ നെവിനും. അപ്പോൾ എൻ്റെ കൊച്ചിലൂടെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു.